ഇന്ന് നമുക്ക് ഇളന്നിയും അതുപോലെ തന്നെ 2 കുഞ്ഞ് ഐസ്ക്രീം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് മതിയാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2-3 ഇളന്നിയുമാണ് ഇതിനാവശ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കുക. അവർക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ കാമ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടോ. നമ്മളിപ്പോൾ ഇളന്നി എടുക്കുന്ന സമയത്ത് മൂത്ത ഇളന്നി നോക്കിയെടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഇതേപോലെ നല്ല കാമ്പ്, ഇളയ കാമ്പ് നോക്കി തന്നെ എടുക്കുക. അപ്പോൾ മൂത്ത ഇളന്നി എടുക്കുന്ന സമയത്ത് നമ്മുടെ റെസിപ്പിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ഇളന്നിയും ഇതേപോലെ സ്പൂണ് വെച്ച് ഇങ്ങനെ പരട്ടി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇതേപോലെ എടുക്കുന്നുണ്ട്. നമ്മളെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ. മറന്നു പോകാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പറയുന്നത്. ഇനി ഞാൻ ഈ ഇളന്നിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞേക്കില്ല കേട്ടോ, വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇളന്നിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇളന്നിൻ്റെ വെള്ളം ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നല്ലോണം തണുത്ത കട്ടപ്പാൽ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം കട്ടിയായതിന് ശേഷം ഞാൻ ഉടച്ചു കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്കറ്റ് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു പാക്കറ്റ് മാത്രമാണ് കേട്ടോ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പാക്കറ്റ് കൂടുതലുമാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു പാക്കറ്റ് മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 2 പാക്കറ്റ് ബോൾ ഐസ്ക്രീം ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുത്തതാണ് ഇട്ടത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഐസ്ക്രീമും അതുപോലെ തന്നെ ഏലക്കായും എല്ലാം കൂടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക.